ജോനാഥൻ സ്വിഫ്റ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഗളിവേഴ്സ് ട്രാവൽസ്. അതിലേക്ക് പോകാം. 1726 ആണ് പബ്ലിഷിംഗ് ഇയർ. ഒരു സറ്റാരിക്കൽ ട്രാവൽ ഫിക്ഷൻ ആണ്, പൊളിറ്റിക്കൽ അല്ലെഗറിയും കൂടിയാണ്. 4 പാർട്ടായിട്ടാണ് സ്ട്രക്ചർ വന്നിരിക്കുന്നത്, ഈച്ച് എ സെപ്പറേറ്റ് വോയേജ്. നറേറ്റർ ലെമുവൽ ഗളിവർ ആണ്, ഒരു ഇംഗ്ലീഷ് സർജൻ ആൻഡ് എക്സ്പ്ലോറർ. ഈ വോയേജിന്റെ പേർപ്പസ് എന്ന് പറയുമ്പോൾ a sharp satire on politics, science, human pride and societal flaws. മെയിൻ ക്യാരക്ടർ ലെമുവൽ ഗളിവർ ഒരു ക്യൂരിയസ് ഒബ്സർവന്റ് ഇംഗ്ലീഷ്മാൻ ആണ്, whose adventures expose the absurdities of human nature and institutions. Surgeon and sea captain by profession, the traditional sense Gulliver is used by Swift as a lens to criticize the society. സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ലെൻസ് ആയിട്ടാണ് ഗളിവറിനെ ജൊനാഥൻ സ്വിഫ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പേഴ്സണാലിറ്റി നോക്കിയാൽ ക്യൂരിയസ്, റാഷണൽ, ഒബ്സർവന്റ്, ഓണസ്റ്റ്, ബട്ട് ഓൾസോ നെയ്വ് ആൻഡ് ഇൻക്രീസിംഗ്ലി മിസാന്ത്രോപിക്. ഒരു ബാലൻസ്ഡ് ഒബ്സർവർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ends up as disillusioned with humanity after witnessing its flaws repeatedly. Final part he becomes emotionally and psychologically detached from human society, even his family. ഒരു ട്രഡീഷണൽ സെൻസിലെ ഹീറോ അല്ല. ഗളിവർ is used by Swift as a lens to criticize society, as we mentioned earlier. സമ്മറിയിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ടിൽ വോയിസ് ടു ലില്ലിപുട്ട് ആണ്. ലെമുവൽ ഗളിവർ ഷിപ്പ്‌റെക്ട് ആവുകയാണ് ആൻഡ് ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ ലില്ലിപുട്ട്. ലില്ലിപുട്ട് ലാൻഡ് ഇൻഹബിറ്റഡ് ബൈ ടൈനി പീപ്പിൾ, 6 inches tall. 6 inches tall ആയിട്ടുള്ള ടൈനി പീപ്പിളിന് ഒരു ആവറേജ് മാനായ ഗളിവർ വളരെ ജയന്റ് ആണ്. Though they treat him as a giant, their politics are absurdly petty. അപ്പം അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ, ട്രിവിയൽ ഇഷ്യൂസിനെ വാർ ചെയ്യും. ലൈക്ക് വിച്ച് എൻഡ് ഓഫ് എൻ എഗ് ഷുഡ് ബി ക്രാക്ഡ് ഫസ്റ്റ്. വളരെ ആവറേജ് ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, ബട്ട് ഫോർ ലില്ലിപുട്ടിയൻസ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. അപ്പം ഗളിവറും ഈ കോർട്ട് ഇഷ്യൂസിൽ ഇൻവോൾവ് ആവുകയാണ്, ബട്ട് ഇവൻച്വലി ഫോൾസ് ഔട്ട് ഓഫ് ഫേവർ ആൻഡ് എസ്കേപ്സ്. അപ്പോൾ ഈ പാട്ട് സറ്റൈറൈസ് ചെയ്യുന്ന ബ്രിട്ടീഷ് പൊളിറ്റിക്സിനെയും വാനിറ്റിയും റിലീജിയസ് കോൺഫ്ലിക്റ്റിനെയൊക്കെയാണ്. അടുത്തത് വോയേജ് ടു ബ്രോബ്ഡിംഗാങ്. അപ്പം ബ്രോബ്ഡിംഗാങ്ങിൽ എത്തുകയാണ്, ലാൻഡ് ഓഫ് ജയൻസ്. അപ്പോൾ ഒരു ആവറേജ് ഹ്യൂമൻ ബീങ് ഈ ലാൻഡ് ഓഫ് ജയൻസിൻ്റെ ഇടയിൽ വളരെ ടൈനിയാണ്. മറ്റേത് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിരുന്നു. ഹിയർ ഹീസ് എ ടൈനി വൺ കെപ്റ്റ് ആസ് എ ക്യൂരിയോസിറ്റി ആൻഡ് ഷോൺ ടു ക്രൗഡ്സ്. ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇയാളൊരു ഷോ പീസാണ്. ഇവിടുത്തെ കിങ് ഉണ്ട്. ഹി ക്വസ്റ്റ്യൻസ് ഗളിവർ അബൌട്ട് യൂറോപ്യൻ സിവിലൈസേഷൻ ആൻഡ് ഈസ് ഹോറിഫൈഡ് ബൈ ടേൽസ് ഓഫ് വാർ, കൊളോണിയലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ കറപ്ഷൻ. ഗളിവർ സ്വന്തം കൾച്ചർ കാണുകയാണ് ഫ്രം എ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. This part criticizes pride, violence and moral hypocrisy in human society. ഹ്യൂമൻ സൊസൈറ്റിയിലെ മോറൽ ഹിപ്പോക്രസിയും പ്രൈഡിനെയും വയലൻസിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പാട്ടാണിത്. അടുത്തത് വോയേജ് ടു ലപുട്ട, ബാൽനിബാർബി ആൻഡ് അതർ ഐലൻഡ്സ്. ഇപ്പം ലപുട്ട വിസിറ്റ് ചെയ്യാണ് ഗളിവർ, എ ഫ്ലൈയിങ് ഐലൻഡ് റൂൾഡ് ബൈ ഇംപ്രാക്ടിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് മാത്തമാറ്റീഷ്യൻസ് ഫോർ ഒബ്സസ്ഡ് വിത്ത് ആബ്സ്ട്രാക്ട് നോളജ്. അടുത്തത് ബാൽനിബർബിയിൽ ഫെയിൽഡ് എക്സ്പെരിമെന്റ്സ് കാണാണ്, വിറ്റ്നസ് ചെയ്യാണ് ഗളിവർ. വിസിറ്റ്സ് നെക്രോമാൻസേഴ്സ് ഓൺ ഗ്ലബ്ഡർബിർബ് ആൻഡ് മീറ്റ്സ് ദി ഇമ്മോർട്ടൽ ബട്ട് മിസറബിൾ സ്ട്രാൽഡ്ബർഗ്സ് ഇൻ ലപ്നാഗ്. അപ്പം ഈ പാട്ട് സയൻസ് വിത്തൗട്ട് പേർപ്പസിനെയും ഇംപ്രാക്ടിക്കൽ ഇൻ്റലക്ച്വലിസത്തിനെയും ഫിയർ ഓഫ് ഡെത്തിനെയും എല്ലാം മൂക്ക് ചെയ്യുന്ന ഒരു പാട്ടാണിത്. അടുത്ത വോയേജ് ടു ദ ലാൻഡ് ഓഫ് ഹോയിനംസ്. അപ്പോൾ ഇത് ഗളിവറിന്റെ ഫൈനൽ ജേർണിയാണ്. ലാൻഡ് റൂൾഡ് ബൈ റാഷണൽ വൈസ് ഹോഴ്സസ് കോൾഡ് ഹോയിനംസ് ഹു ലീവ്സ് ഇൻ ഹാർമണി ആൻഡ് റീസൺ. അപ്പം കോൺട്രാസ്റ്റ് ആണ്. ദ ബ്രൂട്ടിഷ് ആൻഡ് ഫിൽത്തി യഹൂസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് ആണ്, റെപ്രസെന്റ് ദ വേഴ്സ്റ്റ് ഓഫ് മാൻകൈൻഡ്. ഇതിൽ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ളത് ഹ്യൂമൻസ് ആണ്, അല്ലെങ്കിൽ മാൻകൈൻഡ് ആണ് എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു പോയിന്റിൽ ഗളിവർ കംസ് ടു ഡിസ്പൈസ് ഹ്യൂമൻസ് ആൻഡ് പ്രിഫേഴ്സ് ദ കമ്പനി ഓഫ് ഹോഴ്സസ്. അപ്പം ഹോഴ്സസിന് കൂടെ കഴിയുമ്പോൾ ദേ ലീവ് ഇൻ ഹാർമണി ആൻഡ് റീസൺ എന്ന് മനസ്സിലായി. അപ്പം ഗളിവർ ഹ്യൂമൻ ബീങ്സിനെ ഡിസ്പൈസ് ചെയ്യും, ഹോഴ്സസിന്റെ കമ്പനി താല്പര്യപ്പെടുകയും ചെയ്യാണ്. അപ്പം തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഹി ഈസ് ഡിസ്കസ്റ്റഡ് ബൈ ഹിസ് ഓൺ ഫാമിലി ആൻഡ് ഐസൊലേറ്റ്സ് ഹിംസെൽഫ്. അപ്പം ഈ ഒരു വോയേജ് കഴിഞ്ഞതിന് ശേഷം ഗളിവർ ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റയർലി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. Final part explores the dark side of human nature and the dangers of extreme rationalism and misanthropy. തീംസിലേക്ക് പോകാം. സറ്റയർ ഓഫ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ പ്രൈഡിനെയും ഗ്രീഡിനെയും ഫൂളിഷ്നെസ്സിനെയും
ഒക്കെയാണ് ജോനാഥൻ സ്വിഫ്റ്റ് എക്സ്പോസ് ചെയ്യുന്നത് ത്രൂ fantastical stories, fantastical societies showing that flaws exist in all people regardless of size or status. അപ്പോൾ സൈസിൻ്റെയോ സ്റ്റാറ്റസിൻ്റെയോ റിഗാർഡ് ഇല്ലാണ്ട് എല്ലാവരുടെ ഉള്ളിലുണ്ടൊരു ഫ്ലോ. Humanity is often irrational and morally corrupt beneath its civilized surface. രണ്ടാമത് politics and power. ഇവരുടെ ഇടയിലുള്ള പെറ്റി ഡിസ്പ്യൂട്ട്സ് ആൻഡ് പവർ സ്ട്രഗിൾസ് ഇവിടെ ലില്ലിപുട്ടിൽ they mirror real world political conflicts, revealing how rulers often prioritize self-interest over justice. Political hypocrisy and trivial causes of serious വാസനയും നോക്കിയാണ് സ്വിഫ്റ്റ് ചെയ്യുന്നത്. Reason versus emotion. Houyhnhnms embody pure reason, but Swift questions whether life without emotion and compassion is truly ideal. അപ്പം ഒരു ലൈഫ് കമ്പാഷനോ ഇമോഷനോ ഇല്ലാത്തൊരു ലൈഫ് ഐഡിയൽ ആണോ എന്ന് ഗളിവർ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഗളിവറിലൂടെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഗളിവേഴ്സ് അഡ്മിറേഷൻ ഫോർ ദം ഹൈലൈറ്റ്സ് ടെൻഷൻ ബിറ്റ്വീൻ കോൾഡ് ലോജിക് ആൻഡ് ഹ്യൂമൻ ഫീലിംഗ്. ക്രിട്ടിക് ഓഫ് സയൻസ് ആൻഡ് ഇൻ്റലക്ച്വലിസം ആണ് നാലാമത്തത്. അപ്പം ലാപ്പൂട്ടാസിൻ്റെ അബ്സർഡ് എക്സ്പെരിമെൻറ്റ്സ് സയൻറ്റിസ്റ്റുകളെ സറ്ററൈസ് ചെയ്യാണ്, ഹു പെർസ്യൂ നോളജ് വിതൗട്ട് പ്രാക്ടിക്കൽ വാല്യൂ ഇല്ലാണ്ട് നോളജിനെ പെർസ്യൂ ചെയ്യുന്നവരെ, അതുപോലെയുള്ള സയൻറ്റിസ്റ്റിനെ സറ്ററൈസ് ചെയ്യാണ് സ്വിഫ്റ്റ്. He warns against intellectual arrogance that ignores everyday human needs. ഇൻ്റലക്റ്റ് കൂടി കഴിയുമ്പോൾ എവറിഡേ ഹ്യൂമൻ നീഡ്സിനെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുന്നതിനെതിരെ പറയുകയാണ് സ്വിഫ്റ്റ്. കൊളോണിയലിസം ആൻഡ് കൾച്ചറൽ റിലേറ്റിവിസം. ഗളിവറിൻ്റെ ജേർണീസ് ചാലഞ്ച് ദ ഐഡിയ ഓഫ് യൂറോപ്യൻ സുപ്പീരിയോറിറ്റി. മറ്റ് കൾച്ചേഴ്സ് ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ ഫ്ലോസ് എക്സ്പോസ് ചെയ്യുമ്പോൾ ഗളിവറുടെ ജേർണീസ് ചാലഞ്ചസ് ദ ഐഡിയാസ് ഓഫ് യൂറോപ്യൻ സുപ്പീരിയോറിറ്റി. സ്വിഫ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യാണ് ഇമ്പീരിയലിസം ആൻഡ് പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ്. ഏലിയനേഷൻ ആൻഡ് ഐഡന്റിറ്റി ആണ് ആറാമത്തത്. ഗളിവറിൻ്റെ ഇൻക്രീസിങ് ഡിസ്ഗസ്റ്റ് വിത്ത് ഹ്യൂമാനിറ്റി എന്തിലേക്ക് നയിക്കുന്നു? പ്രൊഫൗണ്ട് ഏലിയനേഷനിലേക്ക് നയിക്കുകയാണ്, ഈവൻ ഫ്രം ഹിസ് ഓൺ ഫാമിലി. അപ്പം ഈ ഒരു വോയേജ് കഴിഞ്ഞതിന് ശേഷം ഗളിവർ എൻ്റയർലി മാറിപ്പോവാണ്. ഹിസ് ഓൺ ഫാമിലിയോട് തന്നെ അയാൾ ദൂരെ പോവുകയാണ്. ഹീസ് ട്രാവൽസ് ഫോഴ്സ് ഹിം ടു ക്വസ്റ്റ്യൻ ഹിസ് പ്ലേസ് ഇൻ ദി വേൾഡ് ആൻഡ് സ്ട്രഗിൾ വിത്ത് ഹിസ് ഐഡന്റിറ്റി. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഗളിവറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ പറയുന്നത്.